ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഫ് ആർക്കിടെക്ട് PSC. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ സ്റ്റഡി സീരീസിലെ 25ാമത്തെ സെഷനാണ്. നമുക്കിവിടെ 10 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങുന്ന 25ാമത്തെ സെഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ കറക്റ്റായി നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുന്നുള്ള പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ മാസം ലാസ്റ്റാണ് എക്സാം വരുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ജോലി കരസ്ഥമാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. First question, which shielding gas is used in MIG welding? Option A, argon. Option 2, argon plus 1% oxygen. Option C, argon plus 10% hydrogen. Option D, argon plus 20% of CO2. നമുക്ക് മിഗ് വെൽഡിങ്, അതായത് മിറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഷീൽഡിങ് ഗ്യാസ് ഏതാണ്? ആർഗൺ ആണ് ഷീൽഡിങ് ഗ്യാസ് ആയിട്ട് മിഗ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എൻ്റെ ഫിഗർ ജസ്റ്റ് നോക്കുക. ഇതാണ് ഒരു മിഗ് വെൽഡിങ്ങിൻ്റെ ഒരു ഫിഗറായിട്ട് വരുന്നത്. ഇതിൽ ഗ്യാസ് നോസിൽ, ഓക്കെ, ഈ ഒരു ഗ്യാസ് നോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഇവിടെ നമുക്ക് ഗ്യാസ് ഷീൽഡ് കണ്ടോ, ഈ ഒരു ഗ്യാസാണ് നമുക്ക് ഷീൽഡിങ് ആയിട്ട് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ കൂടെയാണ് ഇലക്ട്രോഡ്, ഏറ്റവും സെൻറ്ററിൽ കൂടെയാണ് ഇലക്ട്രോഡ് വരുന്നത്. അത് കൺസ്യൂമബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പം ടിഗ് വെൽഡിങ്ങിലാണെങ്കിൽ അത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയിരിക്കും, ഒന്ന് ശ്രദ്ധിക്കണം. മിഗ് വെൽഡിങ്ങിലാണെങ്കിൽ അത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുന്നത് ഷീൽഡിങ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചത്, അത് കൊടുക്കുന്നത് ആർഗൺ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വെൽഡിങ് ഇസ് യൂസ്ഡ് ടു മേക്ക് ജോയിന്റ് ഓഫ് തിക്ക് പൈപ്സ് ഓഫ് റെയിൽസ്? തെർമിറ്റ് വെൽഡിങ്, പ്രഷർ തെർമിറ്റ് വെൽഡിങ്, നോൺ പ്രഷർ തെർമിറ്റ് വെൽഡിങ്, ഫ്യൂഷൻ തെർമിറ്റ് വെൽഡിങ്. അപ്പോൾ നമുക്ക് സാധാരണ നിങ്ങളൊന്ന് നോക്കണം, ഈ റെയിലിൻ്റെ സ്റ്റീൽ റെയിൽസിൻ്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിങ് എപ്പോഴും തെർമിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ റെയിൽ എന്നുള്ളൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ റെയിൽ പൈപ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് തെർമിറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഓപ്ഷൻ എല്ലാത്തിനും തെർമിറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് തെർമിറ്റ് വെൽഡിംഗ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് പ്രഷർ തെർമിറ്റ് വെൽഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് തെർമിറ്റ് വെൽഡിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്, നമുക്ക് ഒരു കോപ്പ് ഡ്രാഗ് പോലത്തെ അല്ല, ഒരു ഫൗണ്ടറി പോലത്തെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പൈപ്പുകൾ ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ തെർമിറ്റ് വെൽഡിങ്. ഇപ്പോൾ പ്രഷർ തെർമിറ്റ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും കൂടെ ചെയ്യും, പ്രഷറും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രഷർ അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ നീല കാണുന്ന ഇവിടെ എഴുതിയത് സ്പെഷ്യലി ഡിസൈൻഡ് മോൾഡ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു മോൾഡിനുള്ളിലാണ് നമുക്ക് ഈ ഒരു റെയിൽസ് വെച്ചിട്ടുണ്ടാവുക. അവിടെ നമുക്ക് ഹോപ്പറിൽ കൂടെ മോൾട്ടൺ മെറ്റൽ ഉരുകി വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ, ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് പ്രഷർ തെർമിറ്റ് വെൽഡിങ്. അടുത്തത്, വാട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇസ് ടു ബി ടേക്കൺ ഇൻ ദ ഇവന്റ് ഓഫ് ഫ്ലാഷ് ബാക്ക് ഡ്യൂറിങ് ഗ്യാസ് വെൽഡിങ്? ഗ്യാസ് വെൽഡിങ്ങിൽ ഫ്ലാഷ് ബാക്ക് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫ്ലാഷ് ബാക്ക് അല്ലേ, ആ ടോർച്ചിനുള്ളിലേക്ക് കയറി വരുന്ന ആ ഒരു ഇവന്റ്, അതിനെപ്പറ്റി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്, ഈ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ഒരു ഇവന്റ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ആക്ഷനാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്? ക്ലോസ് സിലിണ്ടർ വാൽവ്, ക്ലോസ് ദ റെഗുലേറ്റർ അഡ്ജസ്റ്റിംഗ് ടോപ്പ് സ്ക്രൂ, ക്ലോസ് ദ ബ്ലോ പൈപ്പ് വാൽവ് ഓഫ് ഓക്സിജൻ, ക്ലോസ് ദി ബ്ലോ പൈപ്പ് വാൽവ് ഓഫ് എസെറ്റിലിൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ക്ലോസ് ദ ബ്ലോ പൈപ്പ് വാൽവ് ഓഫ് ഓക്സിജനാണ് നമ്മൾ ആദ്യം പൂട്ടേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫക്റ്റ് ഒക്കർ ടു എ വെൽഡ് ജോയിന്റ് ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് ഹീറ്റ് ഇൻപുട്ട്? അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ഹീറ്റ് ഇൻപുട്ട് ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ ആ വെൽഡ് ജോയിൻറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു വെൽഡ് ഡിഫക്റ്റ് ഏതാണ്? ലാക്ക് ഓഫ് ഫ്യൂഷൻ, ലാക്ക് ഓഫ് പെനിട്രേഷൻ, ലാക്ക് ഓഫ് മെറ്റൽ ഡിപ്പോസിറ്റ്, അൺഈവൻ ബീഡ് ഡിപ്പോസിറ്റ്. ഏതാണ്? ലാക്ക് ഓഫ് പെനിട്രേഷൻ ആണ് കേട്ടോ. ഉള്ളോട്ടേക്ക് ഇറങ്ങാത്തൊരവസ്ഥയാണ് ഈ ഹീറ്റ് ഇൻപുട്ട് കറക്റ്റ് അല്ലെങ്കിൽ വരുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈൽ ഗ്യാസ് കട്ടിംഗ് ദ നോസിൽ ഷുഡ് ഡാഷ് ഓൾമോസ്റ്റ് ടച്ച് ദി വർക്ക്, ബി 2 mm away from the work, ബി 10 mm away from the work, ബി 5 mm away from the work. നമ്മൾ ഗ്യാസ് കട്ടിങ് ചെയ്യുമ്പോൾ, ഗ്യാസ് വെൽഡിങ് അല്ല, ഗ്യാസ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് നോസിലും വർക്കും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഷുഡ് ബി 10 mm away from the work. ഓക്കെ, അതായത് 1 സെൻറ്റിമീറ്റർ എങ്കിലും
ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത്, ഗ്യാസ് കട്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാസ് കട്ടിങ്, ഗ്യാസ് വെൽഡിങ് രണ്ടും വെവ്വേറെ കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത്, ഹൗ ദ വെൽഡർ ഒബ്സർവ്സ് വെൽഡിങ് ഏരിയ ഓഫ് ദ ജോയിൻറ്റ് ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിങ്. സേഫ് ഓപ്റ്റിക്കൽ മിറർ, സേഫ് ഓപ്റ്റിക്കൽ ഹെൽമെറ്റ്, സേഫ് ഓപ്റ്റിക്കൽ ഹാൻഡ് സ്ക്രീൻ ഹാവിങ് കറക്റ്റ് ഷെയ്ഡ്, സേഫ് ഓപ്റ്റിക്കൽ വ്യൂയിങ് സിസ്റ്റം കണ്ടെയ്നിങ് ഓപ്റ്റിക്കൽ മിറർ. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ബീം വെൽഡിങ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വെൽഡിങ് ഏരിയ ഒരു വെൽഡർ ഒബ്സർവ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ്റെ ഫിഗർ ഇനുവിനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ആൻസർ സേഫ് ഓപ്റ്റിക്കൽ വ്യൂയിങ് സിസ്റ്റം കണ്ടെയ്നിങ് ഓപ്റ്റിക്കൽ മിററാണ്. അപ്പോൾ നമുക്ക് ഫിഗർ ജസ്റ്റ് നോക്കാം കേട്ടോ. ഫിഗറിൽ ടെലിസ്കോപ്പ് ഫോർ വ്യൂയിങ് കാണാം കേട്ടോ. അവിടെ പ്രിസം, ഇതാണ് ഓപ്റ്റിക്കൽ മിറർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇത് വെച്ച് പ്രിസം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മിറർ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെൽഡിങ് ഏരിയ, ഇതാണ് വെൽഡിങ് ഏരിയ അല്ലേ, ആ വെൽഡിങ് ഏരിയ ഒരു വെൽഡർ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വാക്യൂം ചേമ്പർ ഇതും കൂടെ നിങ്ങൾ നോക്കട്ടോ. വാക്യൂം ചേമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൽ ഉള്ള മെയിനായിട്ടുള്ള സംഭവമാണ് വാക്യൂം ചേമ്പർ. കാരണം ഇലക്ട്രോൺ പോയി ഹിറ്റ് ചെയ്തിട്ടാണ് അവിടെ വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിന് വാക്യൂം ആയിരിക്കണം മീഡിയം. എയർ മീഡിയം ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ബീം എന്താവും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വാക്യൂം എന്നുള്ളൊരു പേര് ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിലാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് വെൽഡ് ടോർച്ച് ഫോർ ഫ്ലാറ്റ് പൊസിഷൻ ഇൻ GMAW പ്രോസസ്? വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് വെൽഡ് ടോർച്ച് ഫോർ ഫ്ലാറ്റ് പൊസിഷൻ? ഓക്കെ, ഫ്ലാറ്റ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഓവർഹെഡ് പൊസിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ GMAW പ്രോസസ്സിലെ ഫ്ലാറ്റ് പൊസിഷൻ്റെ വെൽഡ് ടോർച്ചിൻ്റെ ആംഗിൾ എത്രയാണ്? 5 to 10 ഡിഗ്രി, 10 to 15 ഡിഗ്രി, 15 to 20 ഡിഗ്രി, 25 to 35 ഡിഗ്രി. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 10 to 15 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഓരോ പൊസിഷനിൽ ഓരോ വെൽഡിൻ്റെ വെൽഡ് ടോർച്ചിൻ്റെ ഇൻക്ലിനേഷൻ ഉണ്ടാവും. അത് GMAW പ്രോസസ്സിൽ, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് പ്രോസസ്സിൽ ഫ്ലാറ്റ് പൊസിഷൻ ആണെങ്കിൽ ടോർച്ചിൻ്റെ ആംഗിൾ 10 മുതൽ 15 ഡിഗ്രി വരെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ ഫില്ലർ വയർ ഈസ് ഫെഡ് ഇൻ ദി GMAW വെൽഡിങ് പ്രോസസ്? മാനുവലി, നോ ഫീഡിങ്, ഓട്ടോമാറ്റിക്കലി, സെമി ഓട്ടോമാറ്റിക്. ഇപ്പോൾ GMAW പ്രോസസ്സ് അതിൽ ഫില്ലർ വയർ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്? മാനുവലി ആണോ ഓട്ടോമാറ്റിക്കലി ആണോ ഫീഡ് ചെയ്യുന്നില്ലേ? ഓക്കെ, നമുക്കറിയാം അല്ലേ, ഇലക്ട്രിക് ഫില്ലർ വയർ നമുക്ക് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, നോ ഫീഡ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, എന്തായാലും അവിടെ ഫില്ലർ വയർ വേണമെന്നുള്ളത് അറിയാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലിയാണ് നമ്മളവിടെ ഫീഡ് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ് ഇൻ MAG ഓർ CO2 വെൽഡിങ്? ഫ്ലക്സ് കോട്ടഡ് ഇലക്ട്രോഡ്സ്, ബെയർ വയർ ഇലക്ട്രോഡ്സ്, ഫ്ലക്സ് കോർഡ് ഇലക്ട്രോഡ്സ്, ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. MAG അല്ലെങ്കിൽ CO2 വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഏതാണ്? ബെയർ വയർ ഇലക്ട്രോഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോട്ടിംഗ് ഇല്ലാത്ത ബെയർ വയർ, കോട്ടിംഗ് ഇല്ലാത്ത ഇലക്ട്രോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെയർ വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബെയർ വയർ ഇലക്ട്രോഡാണ് MAG അല്ലെങ്കിൽ CO2 വെൽഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which heat treatment of steel increases hardness but decreases strength and ductility? Hardening, annealing, normalizing, case hardening. നമുക്ക് ഇത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഏരിയാസ് അനീലിംഗ്, നോർമലൈസിങ്, ടെമ്പറിങ്, ഹാർഡനിങ് ഒക്കെ സാധനങ്ങളൊക്കെ. അപ്പം അവിടെ ഒരു സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂട്ടുകയും അതിൻ്റെ സ്ട്രെങ്ത് ഡക്റ്റിലിറ്റി കുറയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഏതാണ്? ഹാർഡനിങ് ആണ്. ഓക്കെ, അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഡക്റ്റിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ റിഫൈനിങ് ഗ്രെയിൻ സ്ട്രക്ചറാണ്. കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഔട്ടർ കോറിൽ മാത്രം, ഓക്കെ, ഔട്ടർ ആയിട്ടുള്ള ആ ഒരു എൻവലപ്പിൽ മാത്രമാണ് ഹാർഡനിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ എ, ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂട്ടുക ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞത്? ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരെ ചൂടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ബാത്തിൽ മുക്കിയെടുക്കുന്ന പ്രൊസീജിയറാണ് ഹാർഡനിങ്. ഓക്കെ, സോ സഡൻലി ആ ഒരു അത്രയും ഹീറ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ, ഒരു ഹോട്ട് മെറ്റൽ
ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ വാട്ടർ ബാത്തിലേക്ക് മുക്കുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് ക്വെഞ്ചിങ്. ഓക്കെ, അപ്പോൾ ആ ക്വെഞ്ചിങ് പ്രൊസീജിയറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡനിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മുക്കിയെടുക്കുമ്പോൾ എന്ത് ആവും, ഹാർഡൻ ആവും, അതിന് ഡക്റ്റിലിറ്റി പോയി പോകും. ഓക്കെ, സ്ട്രെങ്ത്തും ഡക്റ്റിലിറ്റിയും ഡിക്രീസ് ആയി പോകും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പം കറക്റ്റായിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചു പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.